കോഴിക്കോട് താമരശ്ശേരിയിലെ ലഹരി മാഫിയ മയക്കുമരുന്ന് കടത്തിനായി ദുരുപയോഗം ചെയ്തതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. സൗഹൃദം കാണിച്ച് അടുത്ത ബന്ധം സ്ഥാപിച്ച ലഹരി വിതരണക്കാരൻ ഷിജാസ് തടവിലാക്കി ലഹരി കടത്തിന് ഉപയോഗിച്ചുവെന്ന് യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. കൈയും കാലും കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചതായും യുവതി വെളിപ്പെടുത്തി. മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്തൊരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന എന്റെ ഒരു തോന്നല്. കാരണം രാത്രികാലങ്ങളിൽ അയാളെ യാത്രകളിൽ വണ്ടിയിൽ എന്നെയും കൊണ്ടുപോവുക, എന്നാലും ഒരു ഫാമിലി പോകുന്ന മാതിരിയാണ്. പോലീസിന്റെ മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീടെടുക്കുകയും അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം. എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടൊന്നുമില്ല, പക്ഷെ ഓരോ യാത്രകളിൽ എന്താ പറയാ എന്നെ ഫ്രണ്ടിൽ ഇരുത്തും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടില്ല. പക്ഷെ അതേമാതിരി തന്നെ വാടകയ്ക്കാണെങ്കിലും വീടെടുക്കുന്ന സമയത്ത് എന്റെ പേരിലാണ് വാടകയ്ക്ക് എടുക്കാറ്. റോങ് ആകുക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാര രീതി അയാളോട് മോശമായിട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അയാൾ റൈസിങ് കൂട്ടും. വണ്ടി അത്രയും ഹൈ സ്പീഡിലാണ് അയാൾ പോവുക. ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് ഞാനിട്ട് ഞാൻ പറയുന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ സ്പീഡിൽ കൂട്ടി ഞാനിട്ടാണ് പല സമയത്ത് വണ്ടിയിൽ തന്നെ എന്നെ കൊല്ലാനുള്ള ആ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയുന്ന കാര്യമാണ്. ഇങ്ങാപ്പ ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം എന്താണ് ഞാൻ അയാളെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് വരുന്ന അപകടം എന്താണ് എന്നുള്ളതൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. അതേമാതിരി ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത ആ വീടുകളിലൊക്കെ ഓണേഴ്സിന് അറിയാം. കാരണം ആ വീട്ടിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗം ഞാൻ ശ്രമിക്കുമ്പോഴും ഡോറുകളും ബാക്കിയുള്ളതൊക്കെ അയാൾ അതിന്റെ ഡോറിന്റെ ഓരോ ലോക്കും പൊട്ടിക്കുന്നതും ഒക്കെ അയാൾ ചെയ്തത് അതിന്റെ ഓണേഴ്സിന് കറക്റ്റ് അറിയാം ഞാൻ എന്തെല്ലാം ആ വീടുകളിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ലഹരി മാഫിയയുടെ കെണിയിലുണ്ടെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഡോറ് ലോക്ക് ചെയ്ത് പോവും, ഒരു ഡോഗും ഉണ്ടാവും. പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഏത് രീതിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. അല്ലെങ്കിൽ ഇൻകേസ് ഓന് എന്റെ ഡ്രസ്സ് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കെട്ടിയിടല് തുടങ്ങിയത്. കെട്ടിടുകയും ചെയ്യും, എന്റെ ഡ്രസ്സും ഉണ്ടാവില്ല. ഡ്രസ്സ് ഓന്റെ വണ്ടിന്റെ ഡിക്കിയിലേക്ക് മാറ്റിയിടും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഡ്രസ്സ് ഉണ്ടാവില്ല. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് ഭക്ഷണം വരെ തരിക. വിശപ്പ് എന്താന്നുള്ളത് ഞാൻ കറക്റ്റ് അറിഞ്ഞ ഒരാളാണ്. ഇല്ല, വേറെ ആരും ഇല്ല. ഞാനും ഓനും മാത്രമേ ഉണ്ടായിരുന്നു. മക്കളൊക്കെ എന്റെ ഉമ്മ അടുത്ത സാഹചര്യം കൊണ്ട് മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നല്ല വിടാത്തുള്ളൂ, മക്കളൊക്കെ ആയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പം ജയിലിൽ കിടക്കുന്ന സമയത്തും അവന് ഭീഷണി തന്നെയാണ്. ഞാൻ എല്ലാ കാലവും ഇവിടെ കിടക്കില്ല എന്നാ പറയണത്. തിരിച്ചു വരും, എല്ലാ കാലവും ഞാൻ ഇവിടെ കിടക്കില്ല. പിന്നെ ഞാൻ അഥവാ ഇൻ കേസ് മാരേജ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ചെയ്തു തരുന്നത് എന്റെ ഉമ്മയാണ്. അപ്പൊ എന്റെ ഉമ്മനെയും കൊല്ലും, പിന്നെ അതേപോലെ തന്നെ എന്നെ മാരേജ് ചെയ്യുന്ന ആളെയും കൊല്ലും എന്നാ പറഞ്ഞത്. എനിക്ക് എന്തായാലും ഞാൻ മരണം കണ്ടിട്ടാണ് ജീവിക്കുന്നത്. 4 കൊല്ലവും ഈ മരണം കണ്ടിട്ട് തന്നെയാണ് ജീവിച്ചത്. അവിടുന്ന് അതിജീവിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അവന് എങ്ങനെങ്കിലും ഈ ഒരു സത്യം പുറത്തുലോകം അറിയണം എന്നുള്ളത്. അപ്പൊ പുറലോകം അറിയിച്ചിട്ട് ഓനിനെ കൊല്ലുന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണല്ലോ. ഒരു യുവാവ് കെട്ടിയിട്ട് ലഹരി കടത്തിന് ഉപയോഗിക്കുന്നു, കൈയും കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം, പ്രത്യേകിച്ചും കോഴിക്കോട് താമരശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് നിരവധി ചെറുപ്പക്കാർ ലഹരി മാഫിയയുടെ കെണിയിലുണ്ട്. യുവതി പറയുന്നതനുസരിച്ച് നിരവധി സ്ത്രീകളെ ലഹരി മാഫിയ ഈ രീതിയിൽ കെണിയിൽപ്പെടുത്തി ലഹരി കടത്തിനടക്കം ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ഈ യുവാവ്, അതായത് യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ യുവാവും ഈ യുവതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ ജീവിത പങ്കാളികളാണോ അതോ സൗഹൃദമാണോ? എങ്ങനെയായിരുന്നു ഈ ലഹരി കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളടക്കം ഈ യുവതി ന്യൂസ് 18നോട് അനീഷിനോട് വെളിപ്പെടുത്തിയത്? ടോമ, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ നിരന്തരം സംസാരിക്കുന്ന ഇടമാണ് താമരശ്ശേരി, ഈങ്ങാപ്പുഴ തുടങ്ങിയ ഭാഗങ്ങൾ. ഇവിടെയൊക്കെയാണ് ഏറ്റവും നിഷ്ഠൂരമായ ചില കൊലപാതകങ്ങൾ ലഹരിക്കടിമകളായ യുവാക്കൾ ചെയ്തത്. ഇവരൊക്കെ ഒറ്റ ചെങ്ങലയിലെ കണ്ണികളാണ് എന്നതാണ് ഏറ്റവും കൌതുകരമായ വസ്തുത. ആദ്യം അമ്മയെ കൊന്ന ആഷിക്ക്, പിന്നീട് ഭാര്യ ഷിബിലയെ സ്വന്തം വീട്ടിൽ വെച്ച് കുത്തിക്കൊന്ന യാസിർ, ഒപ്പം അവരോടൊപ്പമുള്ള ഒരു പങ്കാളിയാണ് ഷിജാസ് എന്ന ഈ യുവതി പരാമർശിച്ചത്.
പരാമർശിക്കുന്ന ആൾ, അയാൾ കഴിഞ്ഞ ജനുവരിയിൽ ഈ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അയാളോടൊപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ ചെലവഴിച്ച സമയത്തെക്കുറിച്ചാണ് ആ യുവതി നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൗഹൃദം പുലർത്തിയാണ് ആദ്യം യുവതിക്ക് അടുത്തേക്ക് ഇയാൾ എത്തുന്നത്. യുവതിയുടെ ഭർത്താവ് വിദേശത്താണ്. ആ സമയത്താണ് ഇയാൾ സൗഹൃദം സ്ഥാപിച്ച് അല്ലെങ്കിൽ സൗഹൃദം നടിച്ചെത്തുന്നത്. പിന്നീട് ഇയാളുമായുള്ള ഇടപഴകാൻ തുടങ്ങിയപ്പോഴേക്കും വീട്ടിൽ പ്രശ്നങ്ങളാവുന്നു. നാട്ടിൽ ഈ ഊഹാപോഹങ്ങൾ പരത്തിവിടുന്നു. അങ്ങനെ ഈ യുവതിയെ ഒരു തരത്തിലും സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇയാൾ തള്ളിവിടുകയാണ്. പിന്നീട് ഇവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാവുന്നു. ഭർത്താവ് വിവാഹമോചനം നേടി പോകുന്നു. അതിനുശേഷം പൂർണ്ണമായും ഇയാൾക്ക് അധീനപ്പെട്ട് ജീവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിനുശേഷമാണ് ഈ വാടകയ്ക്ക് വീടെടുത്ത് ഒരു ജീവിത പങ്കാളി എന്ന രീതിയിൽ ഇയാൾ ഇവരെ കൊണ്ടു നടക്കാൻ തുനിയുന്നു. വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഇവരുടെ പേര് കാണിച്ച് അല്ലെങ്കിൽ ഈ സ്ത്രീ കൂടെയുണ്ട് എന്ന് കാണിച്ചാണ് പലപ്പോഴും വാടക വീടുകൾ എടുക്കുന്നത്. അതിനുശേഷം ആ വാടക വീട്ടിൽ വെച്ചൊക്കെ ഏറ്റ വലിയ പീഡനങ്ങളെക്കുറിച്ചൊക്കെ ആ യുവതി സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഈ പോലീസ് പരിശോധനയും മറ്റുമൊക്കെ വരുമ്പോൾ ലഹരി സംഘങ്ങൾ പതിവായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളുമൊക്കെയാണ്. സാധാരണഗതിയിൽ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ലഹരി ഉണ്ടെന്ന് സംശയം തോന്നുന്ന കാറുകളും മറ്റു വാഹനങ്ങളുമൊക്കെ പോലീസ് പരിശോധിക്കും. എന്നാൽ സ്ത്രീകളും കുട്ടികളുമൊക്കെയായി പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും പോലീസ് ഒഴിവാക്കി വിടുകയാണ് പതിവ്. കാരണം ഈ വയനാട് എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖലയാണ്. അതുകൊണ്ട് ബംഗളൂരുവിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ വയനാട് സ്പർശിച്ചാണ് കടന്നുപോകുന്നത്. ഇത്തരം എല്ലാ വാഹനങ്ങളെയും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വിധേയമാക്കുന്നത് ഒരു അനുചിതമാണ്. അല്ലെങ്കിൽ അത്തരമൊരു നടപടി ഉണ്ടാവില്ലെന്നറിയാം. ആ ഒരു സാധ്യത മുതലെടുത്താണ് ഈ യുവതിയെ പലപ്പോഴും വാഹനത്തിൽ കൊണ്ടുപോവുകയും ലഹരിയുടെ ഇടപാടുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യം ആ യുവതി പറയുന്നു. പിന്നീട് ഒരു നീണ്ട കാലയളവ് ഈ യുവതിക്കും ഈ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളിലൊക്കെ കലർത്തി ലഹരി നൽകിയിരുന്നു എന്ന് ഈ യുവതി പറയുന്നുണ്ട്. അവർക്ക് ഉറക്കം ലഭിക്കുന്നില്ലായിരുന്നു, തലകറക്കം അനുഭവപ്പെടുന്നു, പല്ലുകൾ ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ലഹരി നിരന്തരമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. അക്കാലത്തൊക്കെ ഇവർ പൂർണ്ണമായി ഇയാൾക്ക് വിധേയത്വപ്പെട്ട് ഒരു അടിമ സ്വഭാവം കണക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വീടിന് ചുറ്റും ക്യാമറകൾ സ്ഥാപിച്ച് ഈ വീട്ടിലേക്ക് ആര് വരുന്നു, ഇവരുടെ നീക്കങ്ങൾ എങ്ങനെയെന്ന് കൃത്യമായി അറിയുക, വീട് പുറത്തുനിന്നും പൂട്ടിയിട്ട് പോവുക, ഇവരുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റിയ ശേഷം ഇവർക്ക് വീടിന് പുറത്തേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ തികച്ചും ഒരു സൈക്കോപാത്തിന്റെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ വലിയ ലഹരിക്കടത്ത് ഇടപാടുകൾക്കിടയിൽ ജനുവരിയിൽ ഇയാൾ പോലീസിന്റെ പിടിയിലായി. 110 ഗ്രാം MDMAയുമായാണ് ഇയാളെ പിടിയിലായത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. 90 ദിവസം വരെയൊക്കെ റിമാൻഡിൽ കഴിയും. അതിനുശേഷം താൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ കാണിച്ചു തരാമെന്നാണ് ജയിലിൽ നിന്ന് പോലും ഇയാളുടെ ഭീഷണി. സനീഷ് സൂചിപ്പിച്ചതുപോലെ സൗഹൃദം ഭാവിച്ചാണ് ഷിജാസ് ഈ യുവതിയുമായി അടുക്കുന്നത്. പിന്നീട് ഭീഷണിപ്പെടുത്തി ലഹരി കടത്തിനായി ദുരുപയോഗം ചെയ്യുന്നു. പലപ്പോഴും ഭക്ഷണം പോലും തരാതെ മുറിയിലിട്ട് പൂട്ടിയിട്ടു. പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടു. കയ്യും കാലും കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചു. യുവതിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അനീഷ്, ഇവിടെ എങ്ങനെയാണ് ഈ ലഹരി സംഘത്തിന്റെ പിടിയിൽപ്പെട്ടാലുള്ള അപകടം? നിരവധി പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ജീവിതം ഇതുപോലെ തകരുന്നുണ്ടല്ലോ. ഒരാൾ മാത്രമാണ് അനീഷിനോട് വെളിപ്പെടുത്തൽ നടത്തിയ ഈ യുവതി. ഇതുപോലെ നിരവധി സംഘങ്ങൾ, നിരവധി യുവതികൾ ഇവരുടെ കെണിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കൃത്യമായും യുവതികളെ ഉപയോഗിച്ച്, സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരി കടത്ത് നടത്തുന്നതിന് വേണ്ടിയാണോ ഇവർ ഈ രീതിയിൽ ഈ പ്രണയക്കെണിയൊക്കെ ഒരുക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണോ അനീഷ്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം, താമരശ്ശേരി 4-ാം വളവ്, അമ്പായത്തോട്, താമരശ്ശേരി ചുരം മേഖലകളിലെ പലയിടങ്ങളിലും അവിടെയൊക്കെ ഈ ലഹരി മാഫിയയുടെ വലിയ പിടിയിലേക്ക് അമർന്നിട്ട് ഏറെ നാളുകളായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നേരിട്ട് ഈ സ്ഥിരമായി ലഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഈ ലഹരി മരുന്നുമായി പോയാൽ അല്ലെങ്കിൽ മയക്കുമരുന്നുമായി പോയാൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ നിരീക്ഷണം ഉണ്ടാവുകയും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ച് ഇത്തരം ലഹരി കടത്തൽ, ഈ പർദ്ദയൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്ത്രീകൾ പോകുമ്പോൾ
അങ്ങനെ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതകൾ തള്ളിക്കളയുക എന്നത് തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം വലിയ തോതിൽ കുട്ടികളെയും ഈ ലഹരിക്കടത്തിനും ലഹരി ഉപയോഗത്തിനും ഈ പ്രതികൾ അടക്കമുള്ളവർ ഉപയോഗിക്കുന്നുവെന്നും ഈ യുവതി പറയുന്നു. നിരവധി കുട്ടികളെ ഇത്തരത്തിൽ തനിക്ക് നേരിട്ട് അറിയാം. അവർ ലഹരി ഇടപാടുകൾക്ക് വഴങ്ങി പണത്തിനും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ ലഭിക്കുകയും ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളെയും ഇവർക്കറിയാം. അതുകൊണ്ട് ഈ താമരശ്ശേരി മേഖല കേന്ദ്രീകരിച്ചു ഒരുപാട് കുട്ടികളെയും യുവതികളെയും ഇതുപോലെ കെണിയിലാക്കി ഈ ലഹരി മാഫിയ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും എന്നാണ് ഇവർ പറയുന്നത്. പലപ്പോഴും ഞാനടക്കം ചോദിച്ചു, ഇത്ര ഒരു 4 വർഷത്തോളം ഇയാളുടെ കെണിയിലാവപ്പെട്ടു, ഈ ലഹരിക്കടത്തിനൊക്കെ ഒത്താശ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇക്കാര്യം പുറത്തു പറയുന്നില്ല എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മാനസികവും ശാരീരികവുമായ ഒരു അടിമത്തമായിരുന്നു ആദ്യ പ്രതിരോധമായി ഉയരുന്നത്. രണ്ടാമത് വലിയ ഭീഷണി, ഈ നെറ്റ്വർക്കിൽ നിന്നും പുറത്തേക്ക് കടന്നാൽ ജീവനടക്കം നഷ്ടമാകുമെന്ന ഒരു ഭീഷണി ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഇപ്പോൾ തുറന്നു പറയാൻ പ്രേരിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് ഇവരുടെ മേഖലകളിൽ തന്നെ നടന്ന പല സംഭവങ്ങളുമാണ്. അമ്മയെ കൊല്ലുന്ന മകൻ, ഭാര്യയെ കുത്തി കൊലപ്പെടുത്തുന്ന ഭർത്താവ്, കുട്ടികൾ തമ്മിലടിച്ചിട്ട് 10 വയസ്സുകാരനെ ചവിട്ടിക്കൊല്ലുന്ന സഹപാഠികൾ എന്നിങ്ങനെ ആ മേഖലയിൽ നിന്ന് മാത്രം കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത നിരവധി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരിലും കുട്ടികളിലും പ്രായമായവരുമൊക്കെ ഈ ലഹരിക്ക് അടിമകളായി ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ ഘട്ടത്തിലെങ്കിലും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വരും തലമുറയോട് അല്ലെങ്കിൽ ഈ കുട്ടികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാവും എന്ന് തിരിച്ചറിഞ്ഞാണ് താൻ ഇതൊക്കെ തുറന്നു പറയുന്നത് എന്ന് യുവതി പറയുന്നു. ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പോലും ഈ ലഹരി മാഫിയയിൽ നിന്നും വലിയ തോതിലുള്ള ഭീഷണികൾ ഉയരുന്നുണ്ട്. 90 നാൾ റിമാൻഡ് കഴിഞ്ഞാൽ താൻ പുറത്തേക്ക് എത്തും, അതിനുശേഷം അനീഷ്, ഷിജാസ് യുവതി ആരോപണം ഉന്നയിച്ച ഷിജാസ് നിലവില് ലഹരി കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്റെ ജീവിതം തന്നെ അപകടത്തിലാകുമെന്ന് യുവതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ പോലീസിന്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പോലീസിനോട് കൈമാറിയിട്ടുണ്ടോ, പരാതി നൽകിയിട്ടുണ്ടോ? യുവതിയുടെ സുരക്ഷിതത്വം സ്വാഭാവികമായും അതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കാരണം അവരെ സംരക്ഷിക്കാനായി കുടുംബാംഗങ്ങൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് പോലീസുമായി ബന്ധപ്പെടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇവർ നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് എടുത്തിരിക്കുന്നത്? ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ കാണും എന്ന് യുവതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറയും. ഈ തെളിവുകളടക്കം തന്റെ പക്കലുള്ള തെളിവുകൾ കൈമാറും. ഇതുമായി ബന്ധപ്പെട്ട ഏത് തരം അന്വേഷണങ്ങളോടും താൻ പൂർണ്ണമായും സഹകരിക്കും. കാരണം ഇനിയും ഒരു ദുരിത ജീവിതം നയിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിരിക്കുന്നു. മയക്കുമരുന്ന് കഴിച്ചും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടിയും വസ്ത്രമില്ലാതെ ഇട്ടപ്പെട്ടും കെട്ടിയിട്ടുമൊക്കെ താൻ ഒരുപാട് പീഡനങ്ങൾ 4 വർഷത്തിൽ അനുഭവിച്ചിരിക്കുന്നു. തന്റെ ഒരു പീഡനം മാത്രമല്ല, മറിച്ച് ഒരു വലിയ തലമുറയെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന, ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ തേൻകണിയുമായാണ് ഇവർ ഈ ഇടനിലക്കാർ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വ്യാപാരികൾ, മയക്കുമരുന്ന് ഇടനിലക്കാർ എത്തുന്നത്. അവരുടെ കണ്ണുകൾ പൂർണ്ണമായും അറുക്കണം എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് തനിക്കെന്ന് അവർ പറയുന്നു. ഈ പിടിയിലായ പ്രതിക്ക് ഒപ്പം നിരവധി സുഹൃത്തുക്കൾ പുറത്തു നിൽക്കുന്നു. കോഴിക്കോട് നഗരത്തിലൊക്കെ ഈ മയക്കുമരുന്ന് ഇടനിലക്കാരായി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ തനിക്കറിയാം. പക്ഷേ അത് പൊതുജന മധ്യത്തിൽ ആളുകളുടെ പേരുകൾ ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ അന്വേഷണ സംഘത്തിന് ഈ ചങ്ങലയുടെ കണ്ണുകളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ താൻ കൈമാറുമെന്നാണ് ആ യുവതി പറയുന്നത്. ആന്ധ്രാപ്രദേശിലടക്കം യുവതിയുമായി നേരത്തെ ഇയാൾ പോയിരുന്നു. അക്കാര്യങ്ങളൊക്കെ പറയുന്നു. അത്തരം ഈ ഉറവിടങ്ങളെക്കുറിച്ചും വരുന്ന ഇടങ്ങളെക്കുറിച്ചും ഇതെവിടെയൊക്കെയാണ് പോകുന്നത് തുടങ്ങിയ ഒരു വിപുലമായ ശൃംഖലയെക്കുറിച്ച് ഈ യുവതിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ ഏത് അന്വേഷണത്തോടും സഹകരിക്കും. തന്റെ പക്കലുള്ള തെളിവുകൾ പൂർണ്ണമായും താൻ നൽകും. ഈ തെളിവുകളൊക്കെ നൽകിയ ശേഷം തന്റെ ജീവൻ ആപത്തിലായാൽ പോലും അത് താൻ സാരമാക്കുന്നില്ല എന്നും ഈ യുവതി പറയുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ലഹരിക്കെതിരായ പോരാട്ടവുമായി ഒരു കാലത്ത് ലഹരി മാഫിയയോടൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ ലഹരി മാഫിയ ഒരു ഉപകരണമായി ദുരുപയോഗം ചെയ്ത യുവതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ടോം, വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും വ്യക്തമാണ്. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്, സ്പോട്ട്ലൈവ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്ത് 2 കേസുകളാണ്. ആലപ്പുഴയിൽ ലഹരിയുമായി തസ്ലീമ എന്ന യുവതി പിടിയിലായ കേസും കോഴിക്കോട് ലഹരി സംഘത്തിന്റെ കെണിയിൽപ്പെട്ട യുവതിയുടെ വെളിപ്പെടുത്തലും. എങ്ങനെയാണ് യുവതികൾ, പെൺകുട്ടികളൊക്കെ ഈ ലഹരി സംഘത്തിന്റെ കെണിയിൽ വീഴുന്നതിന്റെ
കൃത്യമായ തെളിവാണ് MS അനീഷ് കുമാറിനുമായി വിവരങ്ങൾ വെളിപ്പെടുത്തിയ യുവതി പറഞ്ഞ ഓരോ കാര്യങ്ങളും. കാരണം ഒരു പ്രണയം നടിച്ച് ലഹരി സംഘത്തിൻ്റെ കെണിയിൽ വീഴ്ത്തുന്നു, പിന്നീട് ഇവരെ ഉപയോഗിച്ച്, ഈ യുവതികളെ ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തുന്നു. ഇപ്പോൾ ഈ യുവതിക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. നിരവധി യുവതികൾ ഇവരുടെ കെണിയിലുണ്ട് എന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്.